ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം 365 ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഫെബ്രുവരി 14 കാരുണ്യമാതാവ്. 1876 എസ്റ്റൽ ഫഗൂട്ട് എന്ന ഒരു ചെറുപ്പക്കാരി ക്ഷയരോഗം പിടിപെട്ട് കിടപ്പിലായി. എല്ലാവരും അവളുടെ മരണം കാത്തിരിക്കുമ്പോൾ മാതാവ് രോഗക്കിടക്കയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. 3 രാത്രികളിൽ ഇത് സംഭവിക്കുകയും ചെയ്തു. മാതാവ് അരുളി ചെയ്തതുപോലെ രോഗി ഉടനെ സുഖം പ്രാപിക്കുകയും ചെയ്തു. വെല്ലിവേയ്സിനിലെ മാതാവ് കൂടെ എസ്റ്റലയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കരുണയുള്ളവളാണ്. എൻ്റെ മകനോട് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയും. എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് എൻ്റെ മകനെ ആദരിക്കാത്തതാണ്. അവൾക്കുണ്ടായ മാതാവിൻ്റെ മറ്റൊരു അരുളപ്പാടിൽ മാതാവ് വെള്ള വസ്ത്രമണിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായ പതിച്ച വെള്ള ഉത്തരീയം മാറിലണിഞ്ഞ് കാണപ്പെട്ടു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പരിഹാരം ചെയ്യണമെന്ന ആ വലിയ ആവശ്യം വീണ്ടും മാതാവ് ചൂണ്ടിക്കാട്ടി. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരനെ എല്ലാ ജനതകളും അറിയുവാനും ആദരിക്കുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞാൻ ഏറ്റവും കരുണയുള്ളവളാണ് എന്നരുളി ചെയ്ത അമ്മേ, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. ഞങ്ങളോടും കരുണയായിരിക്കണമേ. ആവേ മരിയ.